കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷി ആയോരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ഈ ഒരു ഭാഗം പറയുമ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ രൂപമാണ് ഇവിടെ വരച്ചു തരുന്നത്, കാണിച്ചു തരുന്നത്. എന്തെന്നാൽ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത് കുടുംബമാകുന്ന ജ്യോതി രൂപമാണ്. കുടുംബം എന്ന് പറയുന്നതൊരു ജ്യോതിബിംബമാണ്. ആ ജ്യോതിസിനെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുമോ അത്രത്തോളം കുടുംബത്തിൽ ഭദ്രതയും ശാന്തിയും സമാധാനവും ഉണ്ടാകും. കാരണം നമ്മുടെ ദേശം വേദത്തിന് അടിമപ്പെട്ടതാണ്. വേദോക്തമായ ഭാവങ്ങളാണ് ഋഷീശ്വരന്മാർ നമ്മുടെ കുടുംബജീവിതത്തിന് വേണ്ടി പകർന്നു വന്നിരിക്കുന്നത്. നമ്മൾ കാണുന്ന, നമ്മളോട് സംസാരിക്കുന്ന, നമ്മളോടൊപ്പം എല്ലാ സമയത്തും തൊട്ടുരുമ്മി നിൽക്കുന്ന ദൈവമാണ് അമ്മയും അച്ഛനും ഗുരുവും. അപ്പോൾ ഇവരെ നമ്മൾ എത്രത്തോളം മാനിക്കുമോ, എത്രത്തോളം ശ്രദ്ധാഭക്തിയോടുകൂടി സേവിക്കുമോ അത്രത്തോളം കുടുംബത്തിന് സമാധാനവും ശാന്തിയും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർന്ന. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു ബന്ധം എന്താണ് എന്നറിഞ്ഞാലേ ആ കർമ്മ പദ്ധതിയിലേക്ക് വരാൻ പറ്റൂ. അപ്പോൾ ഇവിടെ പറയുന്നത് കർമ്മമാർഗമാണ്. നമ്മൾ എങ്ങനെയാണെന്ന അഗ്നിയെ സാക്ഷ്യപ്പെടുത്തിയാണ് ഒരു വിവാഹം നടക്കുന്നത്. അഗ്നിയാണ് അതിന് പ്രധാനം. കാരണം എന്താണ്? എല്ലാ ദൈവങ്ങളിലും ഏറ്റവും പ്രധാനം അഗ്നിയാണ്. എല്ലാ ദേവന്മാരും കുടികൊള്ളുന്നതും അഗ്നിയിലാണ്. സ്വയം ജ്യോതി ബ്രഹ്മജ്യോതി മഹേശ്വരി പരം വ്യാപി സർവവ്യാപി ചരാചരി. ഈ മന്ത്രത്തെ പ്രചരിപ്പിച്ചത് സാമ്പ്രാണി സ്വാമികളെന്ന് പറയുന്ന ഒരു മഹാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ സമാധി ഇവിടെ അടുത്താണ്, പാൽക്കുളങ്ങരയിലാണ്. അദ്ദേഹം ശ്രീകണ്ഠേശ്വരത്ത് നിത്യം എപ്പോഴും ശിവൻ്റെ മുമ്പിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. അത്രത്തോളം പ്രാധാന്യം ഈ മന്ത്രത്തിനുണ്ട്. അപ്പോൾ സ്വയം ജ്യോതിയാണ് ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം. ഞാൻ ഈശ്വരൻ എങ്ങനെയാണ് കാണുന്നത്? എല്ലാവരുടെയും ഹൃദയത്തിലാണ് കാണുന്നത്. അതിൽ കാണുന്നത് എങ്ങനെയാണ്? പ്രകാശമായിട്ട്, ജ്യോതിസായിട്ട്. ആ ജ്യോതിയാണ് നമ്മൾ ഗുരുവായിട്ടും ഈശ്വരനായിട്ടും നമ്മളിൽ പ്രകാശിക്കുന്നത്. ആ പ്രകാശം ഉള്ളിടത്തോളം നമ്മളിൽ ഐശ്വര്യമുണ്ടാവും. കാരണം എന്താണ്? ഈശ്വരൻ്റെ ഗുണമാണ് ഐശ്വര്യം, അത് നമ്മളിൽ ഉണ്ടാവും. അതാണ് നമ്മളെ ഋഷീശ്വരന്മാർ പഠിപ്പിച്ചു തന്ന കർമ്മമാർഗം. എന്തുകൊണ്ടാണ് ഈ ശാന്തി മന്ത്രം എന്ന് പറയുന്നതും ഇതിലും ഈശ്വരൻ്റെ രൂപം നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. അപ്പോൾ അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ഇത് പത്നി എന്ന് പറഞ്ഞു, ഇത് ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയാണ്. ഈ പറയുമ്പോഴത്തേക്ക് ഇതിലൊക്കെ സാഹിത്യത്തിൽ അങ്ങനെ ഒരു രൂപമുണ്ട്. ഒരാളെ മാത്രമായിട്ട് പറയല്ല, കാരണം അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ഉമാമഹേശ്വരനാണ്, ലക്ഷ്മി നാരായണനാണ്. അപ്പോൾ ആ ഭാവത്തിൽ വരുമ്പോൾ ഒരാളെ മാത്രമല്ല പറയുന്നത്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരുപോലെ വർത്തിച്ചാലേ കുടുംബം ഭദ്രമായിട്ട് ശാന്തമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അഗ്നി സാക്ഷി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ആ അഗ്നിയെ നമ്മൾ സംരക്ഷിക്കണം. ഇതിന് നമ്മൾ ഒന്ന് രാമായണത്തിലേക്ക് തിരിയേണ്ടതായിട്ട് വരുന്നു. രാമായണത്തിൽ ആദർശ ദമ്പതികളെന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന ആരാണ്? ശ്രീരാമനും സീതയുമാണ്. അതുതന്നെയാണ് നമ്മൾ അവരെ ജീവിതം മാനിച്ചാൽ അതനുസരിച്ച് യദ്യദാചരിത തത്തദേവോ ഇതരോ ജന. അങ്ങനെ രാമനും സീതയും കാണിച്ചെന്ന മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് രാമായണം പൂർണ്ണമാകുന്നത്. ആദർശ ദമ്പതികളാണ്. എന്നാൽ ഇവിടെ വേറൊരു വേരിയേഷൻ കൂടെ പറയുന്നുണ്ട്. എന്താണ്? ആദർശ പത്നി എന്ന് പറയുമ്പോൾ പാതിവൃത്യം, അതുപോലെ പതിയുടെ വാക്കുകൾ അതുപോലെ അനുസരിച്ച് ജീവിക്കുന്നവളാണ് ധർമ്മപത്നി എന്ന് പറയുന്നത്.
അവിടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ധർമ്മപത്നി എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം അർത്ഥഗാംഭീര്യമുണ്ട്. അതിൻ്റെ രത്നച്ചുരുക്കം അറിയണമെങ്കിൽ നമ്മൾ രാമായണത്തിൽ ആദർശ ദമ്പതികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉർമിളയുടെയും ലക്ഷ്മണൻ്റെയും ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലണം. എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? വനത്തിലേക്ക് പോകാനായിട്ട് പിതൃവാക്യ പരിപാലനത്തിന് ഇറങ്ങിത്തിരിക്കുന്ന രാമൻ്റെയും സീതയോടൊപ്പം ഇറങ്ങുന്നു ലക്ഷ്മണനും. അപ്പോൾ ലക്ഷ്മണനും ഇറങ്ങുന്ന സമയത്ത് തൻ്റെ പത്നിയായ ഉർമിളയോട് ചെന്ന് പറയുന്നു, ഞാനിങ്ങനെ ചേട്ടനെ സേവിക്കുന്നതിന് വേണ്ടി ചേട്ടൻ്റെ രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനോടൊപ്പം ഞാനും പോകുന്നു. എൻ്റെ അമ്മ എനിക്ക് അനുവാദം തന്നു. കാരണം എന്താണ്? മാം വേത്തി ജനകാത്മജ, ഞാൻ നിൻ്റോടൊപ്പം ഉണ്ട്. ആരായിട്ട്? ജനകാത്മയായിട്ട്. രാമം ദശരഥം വ്യാത്തി, അച്ഛനായിട്ട് രാമൻ കൂടെയുണ്ട്. അടവി അയോധ്യ, അതുകൊണ്ട് ഞാൻ രാമൻ്റെ കൂടെ പോകുന്നു. അമ്മ എനിക്ക് അനുവാദം തന്നു. ഇനി അടുത്ത അനുവാദം കിട്ടേണ്ടത് നിന്നിൽ നിന്നാണ്. കാരണം എന്താണ്? നീ ധർമ്മപത്നിയാണ്. അപ്പോൾ നിൻ്റെ അനുവാദത്തിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉർമിള പറഞ്ഞു, എന്താണ്? ചേച്ചി വരുന്നല്ലോ, രാമനും സീതയും പോകുകയില്ലേ, അപ്പോൾ ഞാനും കൂടെ വന്നവിടെ ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ലക്ഷ്മണൻ പറഞ്ഞു, വേണ്ട, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, വേണ്ട, നീ ഇവിടെ നിന്ന് എൻ്റെ അമ്മയെയും അച്ഛനെയും പരിചരിച്ച് ഇവിടെ നിൽക്കുക. ആ സമയത്ത് എന്താണ്? വേറൊരു മറുവാക്ക് പറയാണ്ട് ഉർമിള പൂർണ്ണമായ അനുമതി കൊടുക്കുന്നു. എങ്ങനെയാണ് കൊടുക്കുന്നത്? ആ സമയത്ത് അവിടെ നിന്ന് നെയ്വിളക്ക് കൊണ്ടുവന്ന് ലക്ഷ്മണന് ആരതി ഉരിയുന്നു. ആരതി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് എൻ്റെ അഗ്നിയാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ പ്രാണനാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയും, കണവനെ കൺകണ്ട ദൈവം, എൻ്റെ കൺകണ്ട ദൈവമാണ് അങ്ങ്, അപ്പോൾ അങ്ങ് പതേ പോകുന്നു, അങ്ങയുടെ ആ ചൈതന്യം മുഴുവൻ ഞാൻ ഈ ദീപത്തിലേക്ക് ആവാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്തത് എന്താണ്? ആ ദീപം പൊലിയാണ്ട് സൂക്ഷിച്ചു. ഇതാണ് ധർമ്മപത്നിയുടെ കടപ്പാടെന്ന് പറയുന്നത്. എന്താണ്? ആ അഗ്നിയെ സംരക്ഷിച്ചു. ഇതൊക്കെ നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചിരുന്നതാണ്. ഈ സോമയാഗമൊക്കെ കഴിഞ്ഞാൽ അവിടുത്തെ ഈ വരുന്ന യജമാനന് വലിയൊരു ജോലിയുണ്ട്. സോമയം കഴിഞ്ഞ് എല്ലാവരും അങ്ങ് പോകും. പക്ഷേ അതിൽ നിന്നുള്ള ആ അഗ്നി അവർ കിടാവിളക്കായിട്ട് ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കണം. വരുന്ന പരമ്പരയും അത് സൂക്ഷിക്കണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ച് തരിക വേദം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് തെളിയിച്ച് തരുന്നത് ഉർമിളയാണ്. അപ്പോൾ ഉർമിള ആ ദീപം 14 വർഷവും അണയാണ്ട് സൂക്ഷിച്ചു എന്നുള്ളതാണ് ധർമ്മപത്നിയുടെ കടപ്പാട്. ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി തന്നു. മേഘനാഥൻ്റെ ഇന്ദ്രജിത്തിൻ്റെ ആ അസ്ത്രമേറ്റ് ലക്ഷ്മണൻ്റെ ജീവൻ പോയതാണ്. എന്നുവെച്ചാൽ പോയി എന്നുള്ള ഘട്ടം വരെ എത്തി. എല്ലാവരും പറഞ്ഞു ലക്ഷ്മണൻ പോയി കഴിഞ്ഞു. രാമൻ മടിയിലെടുത്ത് വെച്ച് കരയാനും തുടങ്ങി. ഇതിനാണോ ഞാൻ നിന്നെ കൂടെ കൊണ്ടുവന്നത്, അനിയാന്നൊക്കെ പറഞ്ഞു കരഞ്ഞു. അപ്പോഴാണ് വൈദ്യം പറഞ്ഞെന്താണ്, അല്ല, മൃതസഞ്ജീവിനി കൊണ്ടുവന്നാൽ മതി, ആഞ്ജനേയനെ പറഞ്ഞയക്കുന്നു മൃതസഞ്ജീവിനി കൊണ്ടുവരാനായിട്ട്. പക്ഷേ ആ ജീവൻ അതിൽ പിടിച്ചു നിൽക്കാനുള്ള കാരണം എന്നുള്ളത് ഇവിടെ ഉർമിള തെളിയിക്കുന്നു. ആ സമയത്ത് ആ വിളക്ക് അണയാനുള്ള രീതിയിലേക്ക് ചാഞ്ചാട്ടം ഭയങ്കരമായിട്ട് വിളക്ക് ആഴി. അപ്പോഴെന്താണ്? തൻ്റെ പരദേവതയും തൻ്റെ ഗുരുവിനെയും കുലഗുരുവിനെയും മാനിച്ചുകൊണ്ട് ആ മന്ത്രം പറഞ്ഞ് ഉർമിള ആ വിളക്ക് പരിരക്ഷിച്ചു എന്നാണ് ഉർമിള പറയുന്നത്. ആ വിളക്ക് അണഞ്ഞ രീതിയിൽ വന്നതാണ്. പക്ഷേ ആ കുലദേവതയുടെയും ഗുരുവിൻ്റെയും അനുഗ്രഹം കൊണ്ട് ആ വിളക്ക് ആളിക്കത്തിയപ്പോഴാണ് ഇവിടെ മൃതസഞ്ജീവിനിയും കൊണ്ട് ലക്ഷ്മണൻ അത് ചാടി എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഈ പറയുമാതിരി കുടുംബത്തിൻ്റെ ആ ഒരു ബന്ധം ആലോചിച്ച് നോക്കുക. ഉർമിള ഇരുന്നത് അയോധ്യയിൽ, പക്ഷേ നടക്കുന്നത് ഇങ്ങ് രാമേശ്വരത്ത്. പക്ഷേ അവിടെയും ഈ പറയുമാതിരി എങ്ങനെയാണ് ഈ ജീവനെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതാണ് മഹത്തരം. അത് ഗുരുവിൻ്റെ ഒരു കാരുണ്യം തന്നെയാണ്, പരദേവതയുടെ കാരുണ്യം. നമ്മളൊക്കെ ഉള്ള ഗുണമെന്താണ്? നമ്മൾ ഇവരെ രണ്ടുപേരും മറക്കുന്നു. അതാണ് കുടുംബത്തിൽ ഇത്രയും കലഹവും ദോഷമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഗുരുകാരുണ്യവും അതുപോലെ ആ ജീവനെ പിടിച്ചു നിർത്തിയത് ഉർമിളയുടെ സംരക്ഷണ പാതിവൃത്യ, തൻ്റെ പതിയോടുള്ള സേവനത്തിൻ്റെ മഹത്തായ ഒരു പ്രകടനമാണ് നമുക്ക് ഉർമിളാദേവി കാണിച്ചു തന്നത്. അങ്ങനെ ലക്ഷ്മണൻ്റെ ജീവനെ പരിരക്ഷിക്കാൻ സാധിച്ചു. ആർക്ക്? ഉർമിളയ്ക്ക്. ഇത് നമ്മുടെ കേരളത്തിലും പലയിടത്തും കാണുന്നുണ്ട്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. സാറിനത് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കേരളത്തിൽ ഇങ്ങനൊരു പതിവുണ്ടായിരുന്നു. എവിടെയാ? ശബരിമല പോകുന്ന സമയത്ത്. ഇപ്പോൾ ഒരിടവും ഇല്ല.
ഞങ്ങൾ കുട്ടിക്കാലത്ത് ഞങ്ങളിത് കണ്ടിട്ടുണ്ട്. ശബരിമലയ്ക്ക് കെട്ടും കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു വിളക്ക് വെച്ച് ദീപാനം നടത്തിയിട്ടാണ് ഇറങ്ങണേ. ആ വിളക്ക് തിരിച്ചു വന്നിട്ടേ അണയ്ക്കുള്ളൂ, മാറ്റുള്ളൂ. ഇപ്പോൾ ഉർമിളാദേവി പഠിപ്പിച്ചിരുന്നതിൻ്റെ വേറൊരു ഫോട്ടോസ്റ്റ് ഭാഗമാണ് നമ്മൾ കേരളത്തിൽ ശബരിമല പോകുന്ന സമയത്ത് ഉണ്ടായത്. കാരണം എന്താണ്, അന്ന് ഈ പറയുമ്പോൾ ഇത്രയും വാഹന സൗകര്യമൊന്നുമില്ല, കാട്ടിലൂടെ പോണേ. ലക്ഷ്മണനും രാമനെല്ലാം കാട്ടിലാണ് പോയത്. അപ്പോൾ ഇതും കാട്ടിൽ നമ്മൾ അയ്യപ്പനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന മാതിരി ജീവനെ പിടിച്ചു നിർത്തുന്നത് ഒരു സമ്പ്രദായം ഈ കേരളത്തിലും വ്യക്തമായിട്ട് പ്രകടമായി നടന്നിരുന്നു. ഇന്നിപ്പോൾ സ്വപ്നത്തിൽ പോലും ഇല്ല. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ.